ഹായ് ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനാവും കേട്ടോ. അപ്പോൾ നമുക്കൊരു 5-6 ടൈപ്പ് സെൻറ്റൻസുകളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്. ഐ എം ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ഐ എം ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഗോയിങ് ടു, ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട യൂസേജാണ് ഗോയിങ് ടു. ഗോയിങ് ടു എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗോയിങ് ടു വെച്ചിട്ട് തുടങ്ങാവുന്ന കേട്ടോ. ഐ എം ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. നെക്സ്റ്റ്, ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ. ഞാനൊരു പുതിയ കാറ് വാങ്ങാൻ പോവാണ്. ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ. ഓക്കെ, ഐ എം ഗോയിങ് ടു, ഞാൻ പോകുകയാണ്. എന്ത്? ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ ഐ എം ഗോയിങ് ടു വെച്ചിട്ട് പറയാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദ മാറ്റർ. ഞാൻ ആ മാറ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അത് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ ചർച്ച ചെയ്യാൻ പോവാണ്. ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദ മാറ്റർ. ഐ എം ഗോയിങ് ടു ആസ്ക് ഹർ. ഐ എം ഗോയിങ് ടു ആസ്ക് ഹർ. ഞാൻ അവളോട് ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ പുതിയ കാറ് വാങ്ങാൻ പോവാണോ? നിങ്ങൾ അവളോട് ചോദിക്കാൻ പോവാണോ? നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവുകയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ പഠിക്കാവുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസിലേക്ക് തന്നെ പോവാം. ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ. ഞാനൊരു പുതിയ കാറ് വാങ്ങാൻ പോവാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊരു പുതിയ കാറ് വാങ്ങാൻ പോകുകയാണോ? ഇതെങ്ങനെ ചോദിക്കാം? ചോദിച്ചു നോക്കാം. ആർ യു ഗോയിങ് ടു ബൈ എ ന്യൂ കാർ? ആർ യു. ഓക്കെ, ആർ യു. നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഐ ആം ഗോയിങ് ടു, ഞാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോവുകയാണോ എന്നാണ് ചോദിക്കുക. അപ്പം നീയാണ് സബ്ജക്റ്റ് വരേണ്ടത് അല്ലേ? ഓക്കെ, അപ്പം ആർ യു, നീ ആണോ എന്നാട്ടോ. ആർ യു ഗോയിങ് ടു, നീ പോവുകയാണോ എന്തിന്? ടു ബൈ എ ന്യൂ കാർ, ഒരു പുതിയ കാർ വാങ്ങാൻ. ആർ യു ഗോയിങ് ടു ബൈ എ ന്യൂ കാർ? നീ പുതിയ കാർ വാങ്ങാൻ പോവുകയാണോ? ഓക്കെ, അപ്പോൾ അതിനുള്ള മറുപടിയാണ് യെസ്, ഐ ആം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ. അതെ, ഞാനൊരു പുതിയ കാറ് വാങ്ങാൻ പോവുകയാണ്. നെക്സ്റ്റ്, ഐ ആം ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? നീ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണോ? എങ്ങനെ ചോദിക്കാം? ആർ യു ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്? ആർ യു ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്? ഓക്കെ, അപ്പോൾ ഇതിന് ഇങ്ങനെ റിപ്ലൈ തന്നത് യെസ്, ഐ ആം ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അതെ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ സ്പീച്ച്. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ സ്പീച്ച്. എനിക്ക് നിൻ്റെ സ്പീച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന കാര്യം മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങണം? ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് വെച്ചാൽ കഴിയുന്നില്ല എന്നാട്ടോ. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാട്ടോ. ഓക്കെ, ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ടോക്കിംഗ്. എനിക്ക് നിൻ്റെ സംസാരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ടോക്കിംഗ്. ഓക്കെ, അപ്പോൾ ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിൻ്റെ സംസാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം? കാണ്ട് വേണ്ട, നമുക്ക് ക്യാൻ മാത്രം ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ടോക്കിംഗ്. എനിക്ക് നിൻ്റെ സംസാരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സ്പീച്ച്. എനിക്ക് നിൻ്റെ സ്പീച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ടോക്കിംഗ്. എനിക്ക് നിൻ്റെ സംസാരം മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നും പറയട്ടെ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ആസ്കിങ്. നീ എന്താ ചോദിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഡൂയിങ്. നീ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് യു ആർ ഡൂയിങ്, നീ എന്താ ചെയ്യുന്നത്. വാട്ട് യു ആർ ഡൂയിങ്, നീ എന്താ ചെയ്യുന്നത്. വാട്ട് യു ആർ ടോക്കിംഗ്, നീ എന്താ സംസാരിക്കുന്നത്. വാട്ട് യു ആർ ഈറ്റിംഗ്, നീ എന്താ കഴിക്കുന്നത്. ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് നമുക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സെൻറ്റൻസ്, എൻ്റെ പേന കാണുന്നില്ല. ഐ കാൺട്ട് ഫൈൻഡ് മൈ പെൻ എന്ന് പറയാം കേട്ടോ. ഐ കാൺട്ട് ഫൈൻഡ് കാണുന്നില്ല എന്നുള്ള യൂസേജ് കേട്ടോ. ഐ കാൺട്ട് ഫൈൻഡ് കാണുന്നില്ല. ഓക്കെ, ഐ കാൺട്ട് ഫൈൻഡ് കാണുക എന്നാട്ടോ, കണ്ടെത്തുക എന്നുള്ളത് കേട്ടോ. ഐ കാൺട്ട് ഫൈൻഡ് മൈ പെൻ. ഓക്കെ, ഐ കാൺട്ട് ഫൈൻഡ് മൈ പെൻ. ഐ കാൺട്ട് ഫൈൻഡ് മൈ പെൻസിൽ. ഐ കാൺട്ട് ഫൈൻഡ് മൈ സ്പെക്സ്. ഐ കാൺട്ട് ഫൈൻഡ് മൈ കീ. അപ്പോൾ ഇന്ന സാധനം കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ കാൺട്ട്
കാണുന്നില്ല എന്നാട്ടോ. ഐ കാൺട്ട് ഫൈൻഡ് മൈ എന്താണോ സാധനം, ആ സാധനത്തിൻ്റെ പേരെടുത്തിട്ട് പറയാം കേട്ടോ. ഇനി എൻ്റെ പേന നീ കണ്ടിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ കണ്ണട നീ കണ്ടിരുന്നോ, എൻ്റെ ചാവി നീ കണ്ടിരുന്നോ, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാമെന്നറിയോ? ഡിഡ് യു വെച്ചിട്ട് വേണം നമുക്ക് ചോദിക്കാനായിട്ട് കേട്ടോ. ഡിഡ് യു വെച്ചിട്ട് വേണം ചോദിക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഡിഡ് യു സീ, നീ കണ്ടിരുന്നോ എന്നാട്ടോ. ഡിഡ് യു സീ, സീ കാണുക. ഡിഡ് യു സീ, നീ കണ്ടിരുന്നോ. ഓക്കെ. ഡിഡ് യു ഹിയർ, നീ കേട്ടിരുന്നോ. ഹിയർ കേൾക്കുക എന്നാണ്. അപ്പോൾ ഡിഡ് യു ഹിയർ, നീ കേട്ടിരുന്നോ. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാമെന്നറിയോ? ഇനി എൻ്റെ പേന നീ കണ്ടിരുന്നോ, ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? ഡിഡ് യു സീ മൈ പെൻ, അല്ലെങ്കിൽ ഡിഡ് യു ഫൈൻഡ് മൈ പെൻ, നീ എൻ്റെ പേന കണ്ടിരുന്നോ. ഓക്കെ. ഇനി നീ എൻ്റെ ചാവി കണ്ടിരുന്നോ. ഡിഡ് യു ഫൈൻഡ് മൈ കീ, നീ എൻ്റെ ചാവി, ഡിഡ് യു ഫൈൻഡ് മൈ കീ, നീ എൻ്റെ ചാവി എവിടെയെങ്കിലും കണ്ടിരുന്നോ. ഡിഡ് യു ഫൈൻഡ് മൈ കീ. നെക്സ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്കൊരു കാറുണ്ടോ. നിങ്ങൾക്ക് കാറുണ്ടോ, ഇതെങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് എ കാർ, ഡു യു ഹാവ് കാർ, നിങ്ങൾക്ക് കാറുണ്ടോ. അപ്പോൾ ഡു യു ഹാവ്, നിങ്ങൾക്ക് ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഡു യു ഹാവ് വെച്ചിട്ടാണ് കേട്ടോ. ഡു യു ഹാവ് കാർ, നിങ്ങൾക്ക് കാറുണ്ടോ. ഓക്കെ. ഡു യു ഹാവ് ബ്രദേഴ്സ്, നിങ്ങൾക്ക് ബ്രദേഴ്സ് ഉണ്ടോ. ഡു യു ഹാവ് സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്ന കാര്യം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ആളുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡു യു ഹാവ് വെച്ചിട്ട് വേണം ചോദിക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിന് റിപ്ലൈ തരാണ്, ഇല്ല എനിക്ക് കാറില്ല. എങ്ങനെ പറയാം? നോ ഐ ഡോണ്ട് ഹാവ് കാർ. നോ ഐ ഡോണ്ട് ഹാവ് കാർ. ഐ ഡോണ്ട് ഹാവ് എന്ന് വെച്ചാൽ എനിക്കില്ല. നോ ഐ ഡോണ്ട് ഹാവ് കാർ, എനിക്ക് കാറില്ല. ഐ ഡോണ്ട് ഹാവ് ബ്രദേഴ്സ്, എനിക്ക് ബ്രദേഴ്സ് ഇല്ല. ഓക്കെ. ഇനി എനിക്ക് ബ്രദേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുക? യെസ് ഐ ഹാവ് ബ്രദേഴ്സ്. യെസ് ഐ ഹാവ് ബ്രദേഴ്സ്, എനിക്ക് ബ്രദേഴ്സ് ഉണ്ട്. ഇനി എനിക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ. ഓക്കെ. ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ ഓൾസോ. ഓക്കെ. ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ ഓൾസോ എന്നൊക്കെ പറയാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡു യു ഹാവ് വെച്ചിട്ടാണല്ലോ ചോദിച്ചത്. ഇനി ഈ ഡു യു ഹാവ് വെച്ചിട്ട് നമുക്ക് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഡു യു ഹാവ് വെച്ചിട്ട് ചോദിക്കാമെന്ന് കേട്ടോ. എങ്ങനെ ചോദിക്കാമെന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ, ഇതെങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് എനിത്തിങ് ടു ബൈ. ഡു യു ഹാവ് എനിത്തിങ് ടു ബൈ, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ. ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ. എനിത്തിങ്, എന്തെങ്കിലും. ടു ബൈ, വാങ്ങാൻ. ഓക്കെ. ഡു യു ഹാവ് എനിത്തിങ് ടു ആസ്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ. ഡു യു ഹാവ് എനിത്തിങ് ടു ആസ്ക്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, എങ്ങനെ പറയാ? ഡു യു ഹാവ് എനിത്തിങ് ടു സേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടോ. ഡു യു ഹാവ് എനിത്തിങ് ടു പർച്ചേസ്. ഇനി നമ്മൾ പറയാറില്ലേ, ചോദിക്കാൻ മറക്കരുത് കേട്ടോ, പറയാൻ മറക്കരുത്, അത് കൊണ്ടുവരാൻ മറക്കരുതേ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ പറയാം? ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഡോണ്ട് ഫോർഗെറ്റ് ടു ആസ്ക്. ഡോണ്ട് ഫോർഗെറ്റ് എന്ന് വെച്ചാൽ മറക്കരുത് എന്നായിട്ട്. ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ആസ്ക്, ചോദിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സേ, പറയാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് എക്സ്പ്ലെയിൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ മറക്കരുത്, അത് വിശദീകരിക്കാൻ മറക്കരുത്. ഇനി അത് കൊണ്ടുവരാൻ മറക്കരുത്. ഇതെങ്ങനെ പറയാ? ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദാറ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ്, ടു ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദാറ്റ്, അത് കൊണ്ടുവരാൻ മറക്കരുത്. ഓക്കെ. ഇനി അടുത്ത് വേറൊരു ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഞാനതെവിടെ വെച്ചത് ഞാൻ ഓർക്കുന്നില്ല. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഞാനതെവിടെ വെച്ചത് എന്ന് ഞാൻ ഓർക്കുന്നില്ല. പറഞ്ഞു നോക്കാം. ഞാൻ ഓർക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നറിയോ? ഐ ഡോണ്ട് റിമെമ്പർ. ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല. വേർ ഡിഡ് ഐ പ്ലേസ് ഇറ്റ്. വേർ ഡിഡ് ഐ പ്ലേസ് ഇറ്റ്, ഞാനിതെവിടെയാണ് പ്ലേസ് ചെയ്ത്, ഞാനിതെവിടെയാണ് വെച്ചത് എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ. ഓക്കെ. ഇനി ഞാൻ എന്നോട് എന്താ ചോദിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതെങ്ങനെ പറയാ? ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ഡിഡ് ഐ ആസ്ക് യു. വാട്ട് ഡിഡ് ഐ ആസ്ക് യു, ഞാൻ എന്നോട് എന്താ ചോദിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നില്ല. വാട്ട് ഡിഡ് ഐ, ഞാൻ എന്താണോ ചോദിച്ചത്. വാട്ട് ഡിഡ് ഐ ആസ്ക്, ഞാൻ എന്താണോ എന്നോട് ചോദിച്ചത്, അത് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ. ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ഡിഡ് യു ഗിവ് മീ. വാട്ട് ഡിഡ് യു ഗിവ് മീ, നീ എനിക്ക് എന്താണ് തന്നിരുന്നത്, അത് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് നമ്മളൊന്നും കൂടി ഇൻഫോർമലായിട്ട് പറയണം. എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് പറയുന്നത്. എങ്ങനെ പറയാം? ഐ കാൺട്ട് റിമെമ്പർ എന്ന് പറയാം കേട്ടോ. ഐ കാൺട്ട് റിമെമ്പർ വേർ ഡിഡ് ഐ പ്ലേസ് ഇറ്റ്, ഞാനിത് എവിടെ വെച്ച് എന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല.
ഓക്കെ. ഐ കാൺ റിമെമ്പർ വാട്ട് ഡിഡ് ഐ ആസ്ക് യു. നീ എന്നോട് എന്താ ചോദിച്ചത് എന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഐ കാൺ റിമെമ്പർ വാട്ട് ഡിഡ് യു ഗിവ് മീ. നീ എന്താ എനിക്ക് തന്നത് എന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഓക്കെ. അപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല. ഐ കാൺ റിമെമ്പർ, ഒന്നും കൂടെ നമ്മൾ ഇൻഫോർമലായിട്ട് ഐ കാൺ റിമെമ്പർ, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒറ്റയടിക്ക് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഐ കാൺ റിമെമ്പർ എന്ന് പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഒരുപാട് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക, ഒരു ടൈപ്പ് സെൻറ്റൻസ് എടുക്കുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറേ സെൻറ്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.